കർത്താവായ യേശുക്രിസ്തുവിന് എന്നേക്കും മഹത്വം. നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഒരു ഫ്രീ ഗിഫ്റ്റിനെ കുറിച്ചാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഒരു സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് അതിൽ. സ്നേഹവാനും കരുണാമയനുമായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്ന് നാം ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവനും രക്തവും കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവത്തെയാണ് നാം അതിൽ ഉടനീളം കാണുന്നത്. ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ, ആ പിതാവാം ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പുകളാണത്. തൻ്റെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അത് വെളിപ്പെടുത്തുന്നു. മനുഷ്യനായി പിറന്ന നാം ഓരോരുത്തരും ഒരിക്കലെങ്കിലും ആ ഹൃദയ തുടിപ്പുകൾക്ക് കാതോർക്കണം. ഇത്രമേൽ സ്നേഹം നമുക്ക് മറ്റാര് നൽകും? സ്വന്തം ജീവനെ പോലും ത്യജിച്ച് അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകിയ ആ യേശുവിനെ, ആ സ്നേഹത്തിൻ്റെ ആൾരൂപത്തെ നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നാം ഓരോരുത്തരും ആ ശബ്ദത്തിന് വേണ്ടി കാതോർക്കണം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ച ആ ദൈവത്തിൻ്റെ ഹൃദയം അറിയണമെങ്കിൽ ബൈബിളിലെ ഓരോ അക്ഷരത്തിലൂടെയും നമ്മുടെ ഹൃദയം കയറിയിറങ്ങണം. അങ്ങനെ കയറിയിറങ്ങുമ്പോൾ ആ സ്നേഹനിധിയെ കണ്ടില്ലെന്ന് വയ്ക്കുവാൻ നമുക്കാവില്ല. ഒന്ന് വിശ്വസിച്ചാൽ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ സ്നേഹനിധി നമുക്കൊരു സമ്മാനം നൽകും. നിത്യജീവൻ എന്ന സമ്മാനം, ഇറ്റേണൽ ലൈഫ്, യേശുവിനോടൊത്ത് എന്നേക്കുമുള്ള ജീവിതം. നമുക്കിത് വെറുതെ കിട്ടിയതാണ്, ദാനമായി കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഒരാൾ പോലും ആ സൗഭാഗ്യം വേണ്ടെന്ന് വെക്കരുത്. ലോകത്തിലെ മോഹങ്ങൾക്ക് വേണ്ടി ആ നിത്യസൗഭാഗ്യം വെറുതെ കളയരുത്. നമുക്കിത് ദാനമായി ലഭിച്ചതാണെങ്കിലും അതിന് അവിടുന്ന് തൻ്റെ പ്രാണനാണ് നൽകിയത്. ആ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാമോ? ആ നിമിഷം തന്നെ യഹോശുവ മെശിഹ എന്ന ആ രക്ഷകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സമാധാനം നൽകും, അതോടൊപ്പം നിത്യജീവനും. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരസ്കരിക്കാൻ ആർക്ക് സാധിക്കും? മനുഷ്യരായി പിറന്നവർക്കെല്ലാം സ്നേഹം ലഭിച്ചാൽ നല്ല സന്തോഷമാണ്. എന്നാൽ സ്വന്തം ജീവൻ കാൽവരിയിൽ ബലിയായി നൽകി നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ അതിന് തടസ്സം നിന്നുകൊണ്ട് സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങി 2000 വർഷം മുമ്പ് നാം ഓരോരുത്തർക്കും വേണ്ടി ബലിയായി തീർന്ന ആ സ്നേഹവാനായ ദൈവം, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ ആ യേശുവിനെ വിശ്വസിച്ച് ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കുമോ? അതിന് നിങ്ങൾക്കൊരു മതത്തിലും ചേരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുത്താൽ മതി. അങ്ങനെ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു വരും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു നാം ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ ആ യേശുവിൽ ചുമത്തി നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി എന്ന് വിശ്വസിക്കുമ്പോൾ സൗജന്യമായി നമുക്കൊരു സമ്മാനം, ഗിഫ്റ്റ് കിട്ടുന്നു. ആ ഗിഫ്റ്റാണ് നിത്യമായിട്ടുള്ള രക്ഷ, അഥവാ ആത്മാവ് നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് നിത്യമായി യേശുവിനൊപ്പം ജീവിക്കുന്ന അവസ്ഥ. മരണത്തിന് ശേഷം ആത്മാവ് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുവാനുള്ള ഗിഫ്റ്റാണ് പ്രപഞ്ച സൃഷ്ടാവായ യഹോവയായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ ദൈവം ഒരുക്കി ഈ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. സൗജന്യമായി ലഭിച്ച ഈ സമ്മാനം നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് യേശുവിനെ വിശ്വസിക്കണം. ഹൃദയത്തിലേക്ക് രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കണം. സൗജന്യമായി ലഭിച്ച ഈ സമ്മാനം ഒരിക്കലും നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. ആമേൻ.